നമസ്കാരം. നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തിലെ അനിഴം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളി അമ്മയെയോ പ്രീതിപ്പെടുത്തേണ്ടതാണ്. പ്രതീക്ഷിതമല്ലാത്ത വരുമാനത്തിന് സാധ്യതയുണ്ടോ? പ്രണയിതാക്കൾക്ക് വിവാഹം സംബന്ധിച്ച തീരുമാനങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ, ഗൃഹമാറ്റങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ജൂലൈ മാസത്തിലെ ഈ ഫലങ്ങൾ. വിശദമായി നമുക്ക് നോക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതായത് അനിഴം നക്ഷത്രക്കാർക്ക് 2025 ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ മാസം നിങ്ങൾക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു മാസമാണ്. ക്ഷമയും വിവേകവും ഈ മാസത്തെ ഫലപ്രദമായി നേരിടാൻ നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും അനിഴം നക്ഷത്രക്കാരുടെ സഹജമായ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും ആത്മനിയന്ത്രണവും ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിലുള്ള വീട്ടിൽ നിന്ന് താമസം മാറാനുള്ള സാധ്യത അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നുണ്ട്. ഈ മാറ്റം ഒരുതരം അസ്വസ്ഥതകൾക്ക് കാരണമാകുമെങ്കിലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ഇത് സൂചിപ്പിക്കുന്ന ഒരു പുതിയ ജീവിത സാഹചര്യത്തിലേക്കുള്ള മാറ്റം ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നതാണ്. തൊഴിൽ മേഖലയിലെ ഫലങ്ങൾ. തൊഴിൽ മേഖലയിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ്. ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിന് കഠിനാധ്വാനവും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. കർമ്മമണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഇത് സൂചിപ്പിക്കുന്നത് വിജയം നേടുന്നതിന് അനായാസമായ ഒരു പാതയായിരിക്കില്ല ഈ മാസമെന്നാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത ഈ ജൂൺ മാസത്തിൽ കാണുന്നുണ്ടെങ്കിലും ഈ അനുകൂല സാഹചര്യം ജൂലൈ മാസത്തിലും തുടരും. തൊഴിൽ രഹിതർക്ക് അർഹതയ്ക്കൊത്ത അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ പുതിയ ജോലികൾ തേടുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നുമാണ്. കൂട്ടുകച്ചവടത്തിലൂടെ ലാഭവിഹിതം വർദ്ധിക്കുവാനും ഇത് ബിസിനസ് പങ്കാളിത്തമുള്ളവർക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായ സൂചനയാണ്. പഠനം, തൊഴിൽ, ബിസിനസ് ഇവയ്ക്കായി വിദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. പുതിയ സാധ്യതകളും വികസനത്തിലേക്കുള്ള വഴിയും തുറക്കും. വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മേലുദ്യോഗസ്ഥന്മാരുടെയും ഗുരുജനങ്ങളുടെയും അപ്രീതി ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ തൊഴിൽപരമായ ഇടങ്ങളിലെ അതീവ ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ്. സാമ്പത്തിക മേഖലയിലെ ഫലങ്ങൾ. സാമ്പത്തിക കാര്യങ്ങളിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ ഉണ്ടാകും. ധനപരമായ അച്ചടക്കം അത്യന്താപേക്ഷിതമാണ്. ധനലാഭം ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടെ സാമ്പത്തിക ഞെരുക്ക് അനുഭവപ്പെടും. ഇത് സൂചിപ്പിക്കുന്നത് ഈ മാസം സാമ്പത്തിക സ്ഥിതിയിൽ സ്ഥിരതയുണ്ടായിരിക്കില്ല, മറിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകും, ശ്രദ്ധിക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നൊരു അനുകൂല സൂചനയുണ്ട്. ഇത് ഈ വർഷം സാമ്പത്തികപരമായ ഒരു നല്ല മാറ്റത്തിൻ്റെ സൂചനയാണ്. ജൂലൈ മാസത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഈ ദീർഘകാല മാറ്റത്തിൻ്റെയും ഭാഗമാകാം. വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്നവർക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഇത് സാമ്പത്തിക നേട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കണം. പ്രണയം, വിവാഹം, കുടുംബ ബന്ധങ്ങൾ. പ്രണയബന്ധങ്ങളിലും കുടുംബ ബന്ധത്തിലും ഈ മാസം ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രണയിതാക്കൾക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പാരസ്പര്യം ദൃഢമാകുന്നതാണ്. ഇത് പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിനും പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. സന്താനങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. ഇത് മാതാപിതാക്കൾക്ക് സന്തോഷവും നൽകും. തെറ്റിദ്ധാരണകൾ മാറി ബന്ധുജനങ്ങളുമായി ഒത്തുപോകാൻ അവസരം ലഭിക്കും. ഇത് കുടുംബ ബന്ധങ്ങളിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നതിൻ്റെ സൂചനയാണ്. എന്നിരുന്നാലും കുടുംബപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതും സംസാരം മൂലം പല ബന്ധങ്ങളും ഇല്ലാതാവുകയും ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അനിഴം നക്ഷത്രക്കാരുടെ ദൃഢമായ അഭിപ്രായങ്ങളും പെട്ടെന്ന് പ്രകോപിതരാകാനുള്ള പ്രവണതയും ചിലപ്പോൾ വാക്കുകൾ വഴി ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. അതിനാൽ കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യവും വിദ്യാഭ്യാസം. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വിളർച്ച, ആർത്തവ പ്രശ്നങ്ങൾ, വിവിധ വേദനകൾ, ചുമ, ജലദോഷം, മലബന്ധം, മൂലക്കുരു, ഇടുപ്പല്ലൊടിയൽ, കഴുത്ത്, തൊണ്ടവേദന, മൂക്കൊലിപ്പ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. അതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ അവഗണിക്കരുത്. എന്നിരുന്നാലും രോഗപീഠകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിന് ഈ മാസം ആശ്വാസം നൽകുമെന്നാണ് കാണുന്നത്. നിലവിലുള്ള രോഗാവസ്ഥകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും അത് കൂടുതൽ ശ്രദ്ധ നൽകാനുള്ള അവസരമായി കണക്കാക്കണമെന്നുമാണ് ഇത് കാണിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അനിഴം നക്ഷത്രക്കാർക്ക് പുരോഗതിയും പരീക്ഷാ വിജയവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. എന്നിരുന്നാലും പഠനത്തിൽ ശ്രദ്ധക്കുറവും മാനസിക വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പഠനത്തിലുള്ള അവസരങ്ങളും വിജയസാധ്യതകളും ഉണ്ടെങ്കിലും ശ്രദ്ധ വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അതിനാൽ മാനസികമായ സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കുകയും
പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് നിർണായകമാണ്. ദോഷപരിഹാരങ്ങൾ. ഈ മാസത്തിലെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂലമായ ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന പരിഹാര മാർഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും പൊതുവായ പരിഹാരങ്ങൾ ഗുണകരമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല. അതിനാൽ ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. മൃത്യുഞ്ജയ ഹോമം, ശനിശാന്തി ഹോമം, കുജശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. ജൂലൈ മുതൽ നവംബർ വരെ ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെങ്കിലും ശനി വക്രഗതിയിലാകുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതായും കാണുന്നുണ്ട്. അതിനാൽ ശനിയാഴ്ചകളിൽ വ്രതം സഹിതം ശനീശ്വര പൂജ നടത്തുക. അല്ലെങ്കിൽ ഓം ശനീശ്വരേ നമ എന്ന ശനി മന്ത്രം 108 തവണ ചൊല്ലുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് ദോഷഫലങ്ങൾക്ക് ഉത്തമമാണ്. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളി അമ്മയെയോ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ഇത് ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രങ്ങൾ വരുമ്പോൾ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് പൊതുവെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. വ്യാഴമന്ത്രം ജപിക്കുന്നതും വിഷ്ണുവിനെയും ഗണപതിയെയും പൂജിക്കുന്നത് ഗുണകരമാണ്. ഈ പരിഹാര മാർഗങ്ങൾ ജ്യോതിഷപരമായ ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിനൊപ്പം ആത്മീയമായ അച്ചടക്കം, ദയ, കരുണ എന്നിവ വളർത്താനും നിങ്ങളെ സഹായിക്കും. 2025 ജൂലൈ മാസം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളും അവസരങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബബന്ധങ്ങൾ എന്നീ മേഖലയിലെ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ക്ഷമയും വിവേകവും ദീർഘവീക്ഷണവും ഈ മാസത്തെ ഫലപ്രദമായി നേരിടാൻ അത്യാവശ്യവുമാണ്. സാമ്പത്തിക കാര്യങ്ങൾ അച്ചടക്കം പാലിക്കുകയും സാമൂഹിക ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. കുടുംബത്തിൽ സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും നിലനിർത്താൻ ശ്രമിക്കണം. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകുകയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മാനസികമായ ശ്രദ്ധ ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. ജ്യോതിഷപരമായ പരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയും ആത്മീയമായ അച്ചടക്കം പാലിക്കുന്നതിലൂടെയും ഈ മാസത്തിലെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂല ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഓർക്കുക, ഓരോ വെല്ലുവിളിയും വളർച്ചയ്ക്കുള്ള ഒരു അവസരം കൂടിയാണ്. ശുഭപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക.